എടി ഇത് ബ്ലോഗിൽ വരും. പേടിക്കട്ടെ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിരിക്കും. നീ കുഴപ്പത്തി അതാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷം ഞാൻ ക്ലാസ്സിൽ പോകാൻ റെഡി ആവാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, പ്ലീസ് ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട്. വേറെ ഒന്നല്ല, ഹോസ്റ്റലിലാണ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയാവും. പ്ലീസ് അഡ്ജസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു 3 മാസത്തോളമായി വെക്കേഷനിലായിരുന്നു. കുറേ നാളായി ക്ലാസ്സിൽ പോയിട്ട്. മുമ്പ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത്. വർക്കില്ലെങ്കിലും ക്ലാസ്സിൽ പോകാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. ക്ലാസ് എന്ന് പറയാൻ അത്ര അകലമൊന്നുമില്ല. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങാണ് ക്ലാസ്. എന്നാൽ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ക്ലാസ്. ഇപ്പം ക്ലാസ്സിൽ പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് കുറച്ച് നടക്കാവുന്ന വഴിയുള്ളൂ. പക്ഷെ ഭയങ്കര മടിയാണ് പോവാൻ, അതാ പ്രശ്നം. അതെന്താ, വല്ലപ്പോഴായാലും പോകണ്ടല്ലോ, അത് മതി. ഇപ്പോഴും കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാർട്ട് ടൈം കിട്ടുമോ എന്ന്. എല്ലാവരോടും ഞാൻ പറഞ്ഞു മടുത്തു. എനിക്കറിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. മേ ബി വേഗം കിട്ടും, ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. അതൊക്കെ നിങ്ങളുടെ ലക്ക് പോലും പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ എൻ്റെ അറിവ് വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ജോലി കിട്ടണമെങ്കിൽ ഇവരുടെ ലാംഗ്വേജ് അറിയണം. അതിപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വരും. അപ്പോൾ കമ്മ്യൂണിക്കേഷന് അവരുടെ ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷൊന്നും ഇവിടെ കുറേ പേർക്ക് അറിയില്ല. ഇവരുടെ ലാംഗ്വേജാണ് യൂസ് ചെയ്യുള്ളൂ എപ്പോഴും. ഈവൻ പബ്ലിക് പ്ലേസസിൽ വരെ ഇവരുടെ ലാംഗ്വേജ് ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ്, നമ്മൾ നോക്കിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ എന്തായാലും ലാംഗ്വേജ് അത്യാവശ്യമാണ്. ബാക്കി പിന്നെയൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ ലേറ്റായിട്ട് കിട്ടും. അതൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ നിങ്ങളുടെ ലക്ക് പോലെയാണ്. പിന്നെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ് എളുപ്പമാണ്. എനിക്കങ്ങനെ അത്ര വലിയ നമ്മുടെ നാട്ടിൽ പഠിച്ച അത്രയും ടഫ് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ആ ഓൺ ടൈമിന് പ്രൊജക്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. എനിക്ക് കഴിഞ്ഞ സെമ്മിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇനി വരാൻ പോണ സെമ്മ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല പഠിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ പോവാം. ക്ലാസ്സിലേക്ക് പോവാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങട്ടെ. കണ്ടിരുന്നു എടി ഇത് ബ്ലോഗിൽ വരും. പേടിക്കട്ടെ. നിമിഷയുടെ ബ്ലോഗാണ്. ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അതെ, ലോങ് വീഡിയോ. യൂട്യൂബിൽ അടിപൊളിയില്ല. വന്നിരിക്കുക. ഞങ്ങളുടെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിരിക്കും. നീ കുഴപ്പത്തി അതാണ് വല്ലപ്പോഴും അതെങ്കിലും മര്യാദയ്ക്ക് പിടിക്കണം. ഒരു ദിവസത്തെ ക്ലാസ് ആണ്, സ്പെഷ്യൽ ക്ലാസ്സിന് ഞാൻ കുട്ടിയെ. അതെ,
ഈ കുരങ്ങനെ ഉണ്ടായിരുന്നു. ഇവൻ ഫുൾ വർത്താനായ കാരണം എനിക്ക് ക്ലാസ് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കോളേജ്. ഞങ്ങളുടെ കോളേജ് ഇല്ല. ഇതെന്താ സംഭവം, തുറക്കാൻ പറ്റുമോ? കൊള്ളാം കൊള്ളാം. അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.